ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ആയുർവേദ ഷാംപൂ ബാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് ഞാൻ, അതേപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട്, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയും, പിന്നെ തുളസി എടുത്തിട്ടുണ്ട്, മുരിങ്ങയില എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങ 2 എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവയിലയുടെ പൗഡറാണ്. പിന്നെ ഈ ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ മൈലാഞ്ചി, നെല്ലിക്ക, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കാച്ചി എടുത്തൊരു എണ്ണയാണ് കേട്ടോ. പിന്നെ അലോവേര എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂവ്, അതേപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പനിക്കൂർക്കയുടെ ഇല, കഞ്ഞിക്കൂർക്ക എന്നും അങ്ങനെയൊക്കെ പറയും ഇവിടെ, 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കൃഷ്ണ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്, മുരിങ്ങ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ നല്ല സംഭവങ്ങളുണ്ടെങ്കിൽ, കഞ്ഞുണ്ണി ഉണ്ടെങ്കിൽ എടുക്കുക, പിന്നെ അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൽ എടുത്തിട്ടുള്ളത് ഉലുവയുടെ ഇല പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കാച്ചിയ ഒരു എണ്ണയാണ്, നമ്മൾ നെല്ലിക്ക, മൈലാഞ്ചി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ടിട്ട് കാച്ചിയ ഒരു എണ്ണയാണത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് എളുപ്പത്തിൽ ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് നമ്മൾ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരിക്കണം എന്നില്ല കേട്ടോ. ചെറുനാരങ്ങ നീര് മാത്രം അത് സെപ്പറേറ്റ് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കുക. വെള്ളം ഒഴിക്കണം എന്നില്ല, പക്ഷെ ചില മിക്സിയിൽ ഇത് അരക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വേണമെങ്കിൽ 2-3 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചിട്ടോ, അതില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടോ നമുക്കിത് അരച്ചെടുക്കാം. അതുപോലെ കാച്ചിയെണ്ണയ്ക്ക് പകരം ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സോപ്പ് ബേസാണ്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിയേഴ്സ് സോപ്പ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. പിയേഴ്സ് സോപ്പ് ചെറുതായി അരിഞ്ഞിട്ട് ഇതേപോലെ ചെയ്യാം. ഇത് ഡബിൾ ബോയിൽ അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓവനിൽ വെച്ചിട്ടാണ്, നമുക്കിപ്പോൾ ഈ മുകളിലുള്ള ഓവൻ OTG ഓവനാണ്, അതിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും മെൽറ്റ് ചെയ്തെടുക്കാനോ ചൂടാക്കാനോ പറ്റില്ല. അതെല്ലാവർക്കും അറിയണതാവും, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് നമുക്കിനി ഓവനിലോട്ട് വെക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഹെയറിൽ മാത്രമല്ല നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഏകദേശം ഞാനിതൊരു 2 മിനിറ്റാണ് ഇത് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. ടൈമറിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് 2 മിനിറ്റാണ്. അപ്പോൾ 2 മിനിറ്റിൽ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരം സോപ്പുകളും ഷാംപൂ ബാറും ഒക്കെ ഞാനിവിടെ ഒരു 3 വർഷത്തോളമായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ട് എനിക്കൊരു പാർലറും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ്, ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓവൻ തുറക്കാം. ഇതിപ്പോൾ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ചെറിയ തരികളായിട്ടൊക്കെ കിടക്കുന്നത് നന്നായി ഇളക്കി കൊടുത്താൽ അതൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ നന്നായി മെൽറ്റായി കിട്ടും. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഈ ഓയിൽ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ നെല്ലിക്ക, അതേപോലെ തന്നെ കുറേ ഹെർബൽ ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തലയിൽ തേക്കാനും നല്ലതാണ്, മുടി കൊഴിച്ചിലിനും മുടി വളരാനും മുടി പൊട്ടിപ്പോണതിനും താരനും ഒക്കെ പറ്റിയൊരു നല്ലൊരു കാച്ചിയ എണ്ണയാണിത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഷാംപൂ ബാറിൽ ചേർക്കാറ്. നേരത്തെ മിക്സിയിൽ അടിച്ചത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ല സ്മൂത്ത് പേസ്റ്റാണ്. അപ്പോൾ നമുക്കത് അരിച്ചെടുക്കണേക്കാളും നല്ലത് അരിച്ചെടുക്കാണ്ട് ചേർക്കലാണ്. നന്നായി ഇളക്കിയതിൻ്റെ ശേഷം ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ കിട്ടും. ഇപ്പോൾ ഇത് ഞാനിവിടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ മാത്രമായിട്ടുള്ള കാരണം ഞാൻ വെറുതെ ഒന്നിങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള ഓയിൽ, അളന്ന് വെക്കുക വെച്ചാൽ ഞാൻ ഏകദേശം
നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ എലിയാണ് പിന്നെ ഇട്ട് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ കളറൊന്നും ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് പച്ച കളറിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാവൻഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് വേണമെച്ചെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഓരോ കള്ളികളിലേക്കും ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒഴിക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് കട്ടയായി കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ലൈറ്റ് പച്ച കളറിൽ കാണുന്നത് കറ്റാർവാഴയുടെയും ചെമ്പരത്തിയുടെയും ഒക്കെ അതിൻ്റെ ആ ഒരു സത്താണത്. അത് നമ്മളിപ്പോൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനോ ഉള്ളതല്ല, അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതായ കാരണം ഞാനതൊന്നും ഒഴിവാക്കണില്ല. പുറത്തേക്ക് ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പിലാണ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി സോപ്പാണ് ഇത്. നമ്മൾ ഷാമ്പു ഉപയോഗിക്കണേക്കാളും നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നേക്കാളും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കാരണം നമ്മളെ സോപ്പിൻ്റെയും ഷാമ്പൂവിൻ്റെ ഒക്കെ ആ ഒരു കെമിക്കലിൻ്റെ ആ ഒരു സംഭവം ഒരു എന്താ പറയുക 10-1 കുറക്കും എന്നാണ് പറയുക. മാത്രമല്ല നമ്മൾ തല നിറച്ച് എണ്ണ തേച്ചിട്ട് ഇത് നമുക്ക് 2-3 പ്രാവശ്യം ഇട്ട് തല കഴുകിയാലും നമുക്ക് പാകത്തിന് ഒരു ചകിരി പോലെ ആവാത്ത വിധത്തിൽ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടാണ് മുടി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലും പറമ്പിലും എന്താ പറയുക മതിലിൻ്റെ അവിടെയുമൊക്കെ നിൽക്കണ ആ ഒരു ചെടികളൊക്കെ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഗോട്ട് മിൽക്ക് സോപ്പ്, അതേപോലെ ചാർക്കോള്, സ്പിറുലിന, പിന്നെ പപ്പായ, അലോവേര, കുക്കമ്പർ, ഇങ്ങനെ എല്ലാ ടൈപ്പ് സോപ്പും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോപ്പ് മാത്രമല്ല ഫേസ് വാഷും ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കേ.